ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്നൊരു ഭാഗം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഗാന്ധിജി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരം എന്ന് വെച്ചാൽ ഗാന്ധിജി, ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓൾറെഡി നമ്മൾ 2 ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇത് 3-ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ഭാഗം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കയറിയായിരുന്നു. അപ്പൊ ഒരു സാധാരണ നേതാവായിരുന്ന ഗാന്ധിജി, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്ന ഗാന്ധിജി എന്തായിട്ട് മാറി? ഒരു ദേശീയ നേതാവായിട്ട് മാറി. ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്ന ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ, എന്റെ പേര് കിരൺ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? പോകാം. ഓക്കെ, പോകുന്നില്ലല്ലോ. പോയി. ഓക്കെ, നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, @Kiran PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു കോമൺ PSC ക്കുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ്. @Kiran സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അത് ഡിഗ്രി എക്സ്ക്ലൂസീവ്ലി ഫോർ ഡിഗ്രി ലെവൽ എക്സാംസിനുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇതെല്ലാം ഓക്കെ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട PPTസും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതായിരിക്കും? ആ ടെലഗ്രാം ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ, ഓക്കെ, ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം, എങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാനുള്ളതാണ്. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുക കണ്ടിന്യൂസ് ക്ലാസ്സസ് ആണെങ്കിൽ അതൊരു സ്റ്റോറി പോലെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പൊ സ്റ്റോറിയിൽ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടാവും, കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ആ സ്റ്റോറിയുള്ള കൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ 2 ഭാഗം നന്നായിട്ട് കണ്ടിട്ടുണ്ടാവണം. സാർ എവിടെ 2 ഭാഗം ഉണ്ടാവുക? നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുക, ഈ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോവുക, അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഫോർ LDC, അതിൽ ബാക്കി എക്സാംസിന് വേണ്ടിയിട്ടും ഉണ്ടാവും. അതിലെന്ത് ചെയ്യുക? നോക്കുക, നിങ്ങൾക്ക് ഈ ഭാഗം എല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും? അവിടെ കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഞാൻ ടൈം കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. അസേഷൻ: സത്യാഗ്രഹം എന്ന ആശയം സത്യത്തിന്റെ ശക്തിയെയും സത്യാന്വേഷണത്തിന്റെ ആവശ്യകതയെയും ഊന്നി പറഞ്ഞു. കറക്റ്റ് ആണ്. ഓക്കെ, കാരണം സത്യം, ആഗ്രഹം, നമ്മൾ സത്യാഗ്രഹം എന്താന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒന്നിന്റെ പേര് സത്യം, ഒന്നിന്റെ പേര് ആഗ്രഹം. ഇതിൽ ആദ്യത്തെ വാക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ വാക്കിന്റെ പേരാണ് സത്യം. അപ്പൊ സത്യാഗ്രഹത്തിലെ സത്യം എന്ന വാക്കിനെ കുറിച്ചാണ് അവിടെ എന്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ശരി സാർ, എനിക്ക് മനസ്സിലായി. എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ പറ. അതായത് ഒരു സത്യാഗ്രഹം ചെയ്യുന്ന വ്യക്തിയായ സത്യാഗ്രഹി എന്ത് ചെയ്യണം? സത്യത്തിന്റെ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കണം. ഓക്കെ, സത്യാന്വേഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാ സത്യത്തെ അന്വേഷിക്കുക? നമ്മുടെ ഉള്ളിലാണ് നമ്മൾ തേടുക. എങ്ങനെയാ നമ്മൾ തേടുക? നമ്മൾ സ്വയം സഹനം ചെയ്യും. ഓക്കെ, നമ്മൾ എല്ലാവരെയും സ്നേഹം കൊണ്ട് എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തും. ഒരു കവിളിൽ അടിച്ചു കഴിഞ്ഞാൽ വേറൊരു കവിൾ നമ്മൾ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അതിന്റെ പേരാണ് എന്ത്? സത്യാഗ്രഹം. എങ്കിൽ അസേഷൻ ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. എങ്കിൽ റീസൺ: അക്രമത്തിലൂടെ സത്യം അംഗീകരിക്കാൻ നിർബന്ധിതരാക്കുന്നതിന് പകരം അടിച്ചമർത്തുന്നവർ ഉൾപ്പെടെയുള്ള ആളുകളെ സത്യം കാണാൻ പ്രേരിപ്പിക്കേണ്ടി വന്നു. ഓക്കെ, അതായത് നമുക്കൊരു സത്യം അറിയാം. സത്യം എന്നുള്ള കാര്യമാണ്, അയാൾ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്, അത് സത്യമായ കാര്യമാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അയാൾ അടിക്കാനോ ഇടിക്കാനോ പിടിക്കാനോ ഒന്നും ചെയ്യരുത്. ഓക്കെ സാർ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ സാധാരണ കാര്യമല്ല പറയുന്നത്, നമ്മൾ ഗാന്ധിജിയുടെ കാര്യമല്ലേ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അക്രമത്തിലൂടെ ഒരാളെ സത്യം എന്ത് ചെയ്യരുത്? അംഗീകരിക്കാൻ നിർബന്ധിക്കരുത്. എന്ത് ചെയ്യണം? സ്നേഹത്തിന്റെ ഭാഷയിൽ ചോദിക്കണം. മോനെ, നീ എന്ത് ചെയ്തിട്ടുണ്ടോ? കൊലപാതകം ചെയ്തോ? എന്നെന്ത് ചെയ്യണം? ചോദിക്കണം. സാർ ഗാന്ധി കളിയാക്കുക? ഞാൻ കളിയാക്കിയതല്ല. ഓക്കെ, അതായത് നമ്മുടെ സ്വന്തം ഭാഷ കണ്ടിട്ടും നമ്മുടെ സ്വന്തം സഹനം കണ്ടിട്ട് നമ്മുടെ ശത്രുവിന് എന്ത് ചെയ്യും? മനസ്സ് മാറും. മനസ്സ് മാറി അയാൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഇതിലോട്ട് വരുന്നതായിരിക്കും. എങ്കില് ഓക്കെ, അടിച്ചമർത്തുന്നവർ ഉൾപ്പെടെയുള്ള ആളുകളെ സത്യം കാണാൻ പ്രേരിപ്പിക്കണം. നമുക്കറിയുന്നത് മാത്രമല്ല സത്യം, നമ്മുടെ ശത്രുവിനും എന്തറിയണം? അതാണ് സത്യം എന്ന് അറിയണം. അപ്പൊ അവരെ പ്രേരിപ്പിക്കുന്നതിന് പകരം ഓക്കെ, അടിച്ചമർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ നമ്മളെ അടിച്ചമർത്തുന്നത്, സോ അങ്ങനെ പറഞ്ഞാരാ? ഇതില് ബ്രിട്ടീഷുകാര്. ഓക്കെ, ബ്രിട്ടീഷുകാരിൽ നമ്മൾ അടിച്ചമർത്തുന്നത്, അവർക്ക് സത്യം കാണാൻ പ്രേരിപ്പിക്കണം. അപ്പൊ ബ്രിട്ടീഷുകാർ അടിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ട് അവിടെയുള്ളവർ വെടിവെക്കുവോ? ഇല്ല. ഓക്കെ, അപ്പൊ ഗാന്ധിജി അടിപ്രകാരം വെടിവെക്കില്ല. എതിർക്കുന്നവരുണ്ട്, പോട്ടെ. ഗാന്ധിയുടെ പ്രകാരം അത് വെടിവെക്കില്ല. ഇതേ കാര്യം നിങ്ങൾ പോയിട്ട് ഭഗത് സിംഗിനോടും രാജഗുരുവിനോടൊക്കെ പറയുകയാണെങ്കിൽ അവരെന്ത് പറയും? ഈ പരിപാടി നടക്കില്ല, ഒരടി അടിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും? 2 അടി തിരിച്ചടിക്കുന്നതായിരിക്കും എന്ന് അവര് പറയും. കറക്റ്റ് അല്ലേ? അങ്ങനെയല്ലേ?
എങ്കിൽ നമ്മൾ ഗാന്ധിജിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അക്രമത്തിലൂടെ സത്യം അംഗീകരിക്കാൻ നിർബന്ധിക്കുന്നതിന് പകരം അടിച്ചമർത്തുന്നവർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? സത്യം കാണാൻ പ്രേരിപ്പിക്കേണ്ടി വരുന്നു, അവരെ കൂടി പ്രേരിപ്പിക്കുന്നു. എങ്കിൽ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? എയും ആറും ശരിയാണ്. ആറാണ് എയുടെ ശരിയായ വിസ്തീർണം. എയും ആറും ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിസ്തീർണമല്ല. എ ശരിയാണ്, ആർ ശരിയല്ല. എ ശരിയല്ല, ആർ ശരിയാണ്. ശരി, ഓക്കെ. അപ്പൊ അതിൽ രണ്ടും ശരിയാണെന്ന് കണ്ട ഉടനെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും എന്ത് ചെയ്തു? പോയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയിലുമാണ് വേണ്ടത്. രണ്ടിൽ എന്താണ്? എയും ആറും ശരിയാണെന്നുണ്ട്. ഓപ്ഷൻ എയില് ആറാണ് എയുടെ ശരിയായ വിസ്തീർണം എഴുതിയിട്ടുണ്ട്. ഓപ്ഷൻ ബിയില് ആർ എന്നത് എയുടെ ശരിയായ വിസ്തീർണമല്ല എന്ന് എഴുതിയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഏതാ നോക്കേണ്ടത്? നമ്മൾ പറഞ്ഞ പോലെ ആദ്യം അസേഷൻ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. ചോദിക്കുന്നതിന്റെ ഉത്തരം എവിടെ വേണം? റീസണിൽ വേണം. എങ്കിൽ അസേഷൻ, സത്യാഗ്രഹം എന്ന ആശയം സത്യത്തിന്റെ ശക്തിയെയും സത്യാന്വേഷണത്തിന്റെ ആവശ്യകതയെയും ഊന്നി പറഞ്ഞു. റീസൺ, അക്രമത്തിലൂടെ സത്യം അംഗീകരിക്കാൻ നിർബന്ധിതരാക്കുന്നതിന് പകരം അടിച്ചമർത്തുന്നവർ ഉൾപ്പെടെയുള്ള ആളുകളെ സത്യം കാണാൻ പ്രേരിപ്പിക്കേണ്ടി വന്നു. അസേഷൻ വായിച്ചിട്ട് വൈ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് റീസണിൽ കിട്ടുന്നില്ലേ? ഉണ്ട്. അങ്ങനെ കിട്ടുന്നത് കാരണം എയും ആറും ശരിയാണ്. ആറാണ് എന്ത്? എയുടെ ശരിയായ വിസ്തീർണം. അപ്പൊ ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇന്ന് നമ്മുടെ ഭാഗം നമ്മൾ കടക്കാൻ പോകുന്നത്, ഗാന്ധിജി എന്ത് ചെയ്യാൻ പോകണം? ആക്ച്വലി നാഷണൽ മൂവ്മെന്റിൽ കയറാൻ പോകും. അതായത് എന്താ? ദേശീയ പ്രസ്ഥാനത്തിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ കയറാൻ പോകുന്ന മൂവ്മെന്റിന്റെ പേരാണ് റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട്. അപ്പൊ 1919 റൗലറ്റ് ആക്ട് എന്തിനു വേണ്ടി ഉണ്ടാക്കിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട കാര്യമാണ്, ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന ഒരു കൊളോണിയൽ സർക്കാരായിരുന്നു. കൊളോണിയൽ സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരെ അടിച്ചമർത്തുന്ന സർക്കാരായിരുന്നു. അവരൊരു നിയമം പാസ്സാക്കി. എന്തിനാ നിയമം പാസ്സാക്കിയത്? ഒരാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ശരി പൊയ്ക്കോട്ടെ. ആ പോയ ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാം? ജയിലിലിടാം. എത്ര വർഷം? 2 വർഷം 3 വർഷം വരെ എന്ത് ചെയ്യാം? ജയിലിലിടാം. എക്സാമ്പിൾ ആണ്. ഓക്കെ. എന്തിനാ ജയിലിലിട്ട്? ഞങ്ങൾ പറയില്ല. ഓക്കെ. ഇനി കോടതിയിൽ പോകണം. നടക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിന്, എസ്പെഷ്യലി ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ആരെ വേണമെങ്കിലും പിടിച്ചിട്ട് ജയിലിൽ ഇടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് റൗലറ്റ് ആക്ട്. കൊണ്ടുവന്നത് 1919. എന്തുകൊണ്ടാണ് 1919 തന്നെ ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവരാനുള്ള കാരണം എന്താ? അതിന് കാരണം ജസ്റ്റിസ് റൗലറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ വ്യക്തി 2 സ്ഥലങ്ങളെ കുറിച്ച് പഠിച്ചു. ഒന്നിന്റെ പേര് ബംഗാള്, ഒന്നിന്റെ പേര് പഞ്ചാബ്. എന്താ സാറേ കേരളം തമിഴ്നാടൊന്നും പഠിക്കാതിരുന്നത്? അപ്പൊ നന്നായി ശ്രദ്ധിച്ചു കേട്ടോ. ഭഗത് സിംഗ്, ഓക്കെ, അതേപോലെ എന്താ പറയാ, അരവിന്ദോ ഘോഷ്, ഓക്കെ, അതേപോലെ എന്താണ് രാജ്ഗുരു, ഇവരൊക്കെ കൂടുതലായിട്ട്, ചന്ദ്രശേഖർ ആസാദ്, ഇവരൊക്കെ കൂടുതലായിട്ട് പ്രവർത്തനം നടത്തിയിരുന്നത് 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്. സ്ഥലം നമ്പർ 1 ബംഗാൾ, സ്ഥലം നമ്പർ 2 പഞ്ചാബ്. ഇവരെ വിളിക്കുന്ന പേരാണ് വിപ്ലവകാരികൾ. ഈ വിപ്ലവകാരുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഒരു ചെവിയിൽ അടിച്ചു കഴിഞ്ഞാൽ വേറൊരു ചെവി അവർ കാണിച്ചു കൊടുക്കില്ല. ഒരു ചെവിയിൽ അടിച്ചു കഴിഞ്ഞാൽ 2 ചെവി അവരുടെ എന്ത് ചെയ്യും? വെട്ടി മുറിക്കുന്നതായിരിക്കും. കൂടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും. ഇതാണ് അവരുടെ രീതി. വിപ്ലവ പ്രവർത്തനങ്ങളാണ്. ഈ വിപ്ലവ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ട പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ്. ഒന്ന് ബംഗാളും ഒന്ന് പഞ്ചാബും. ഇവിടേക്ക് ജസ്റ്റിസ് റൗലറ്റ് വരുന്നു. എപ്പോ വരുന്നു? 1918 വരുന്നു. എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ മനസ്സിലായി, ഇന്ത്യക്കാരിലെ ഒരുപാട് പേര് ഈ വിപ്ലവകാരികൾക്ക് എന്താണ്? അനുകൂലമാണ്. അങ്ങനെ അനുകൂലമായി കഴിഞ്ഞാൽ എന്ത് വരും? പ്രശ്നം വരും. ഈ ബ്രിട്ടീഷുകാർക്ക് എന്താണ്? ഇഷ്യൂ ആണ്. എങ്കിൽ ദാ പിടിച്ചോ, എന്ത്? റൗലറ്റ് ആക്ട്. ഓക്കെ. അങ്ങനെ 1919 മാർച്ച് 18 റൗലറ്റ് എന്ന് വെച്ചാൽ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് ഓഫ് 1919 പാസ്സാക്കി. റവല്യൂഷണറി. അപ്പൊ 2 ചോദ്യം. സത്യത്തിന്റെ പാതയിൽ പോകുന്ന ഗാന്ധിജിയെ പോലെ ആളുകളെ ഈ ആക്ടുകൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. ഈ ആക്ട് പ്രധാനമായിട്ടും ബാധിക്കുക ആരെയായിരിക്കും? വിപ്ലവകാരികളെ ബാധിക്കാനായിരിക്കും. എന്ന് വെച്ചാൽ ഒറ്റ വാചകത്തിൽ പറയുകയാണ്, റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ആർക്ക് എതിരെയാണ് എന്ന് വെച്ചാൽ എന്ത് പറയണം? വിപ്ലവകാരികൾക്കെതിരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റൗലറ്റ് ആക്ട് പാസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ, സിഡ്നി റൗലറ്റ്, ഇതല്ലേ അവിടെ റൗലറ്റ് ഉണ്ടായിരുന്നത്? ഓക്കെ അല്ലെ? ജസ്റ്റിസ് റൗലറ്റിന്റെ ഫുൾ നെയിം ആണ് സിഡ്നി റൗലറ്റ്. ഈ സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയെ വിളിച്ച പേരാണ് രാജ്യദ്രോഹ കമ്മിറ്റി. സാർ ഏത് രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്നു? ബ്രിട്ടീഷ് രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്നു. ബ്രിട്ടീഷുകാരോട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആളുകൾ എന്തായിരിക്കും? അവർക്കെതിരെ പോരാടി കഴിഞ്ഞാൽ അവരെന്തായി? ബ്രിട്ടീഷ് രാജ്യത്തിനെതിരെ ദ്രോഹം ചെയ്യുന്ന ആളായി. അപ്പൊ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നത്. കമ്മിറ്റിയുടെ പേരാണ് രാജ്യദ്രോഹ കമ്മിറ്റി അല്ലെങ്കിൽ സമിതി. ഈ രാജ്യദ്രോഹ
രാജ്യദ്രോഹ സമിതിയാണ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ റൗലറ്റ് ആക്ട് പാസ്സാക്കാൻ വേണ്ടിയിട്ട് സിഡ്നി റൗലറ്റിനെ അതിന്റെ നേതാവായിട്ട് ശുപാർശ ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ. റൗലറ്റ് നിയമം പാസ്സാക്കിയത് ഒന്ന്, കാർഷിക പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ, അയ്യോ കാർഷിക പരിഷ്കരണം കൊണ്ടുവരാണ്ടല്ലോ പാസ്സാക്കിയത്. രണ്ട്, ദേശീയ വിപ്ലവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുക. യെസ്, ഓക്കെ, ശരിയാണ്. അതായത് ഇനി വിപ്ലവ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് കൺട്രോൾ ചെയ്യണം. അതിനു വേണ്ടിയാണ് റൗലറ്റ് നിയമം എന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. അനുകൂലമായ വ്യാപാര സന്തുലിതാവസ്ഥ ഉണ്ടാക്കുക. വ്യാപാരവും റൗലറ്റ് നിയമത്തിൽ ബന്ധമൊന്നുമില്ല. രണ്ടാം ലോക മഹായുദ്ധ കുറ്റവാളികളെ വിചാരണ ചെയ്യുക, അതും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ കിട്ടിയ എന്താണ്, ദേശീയ വിപ്ലവ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, പരിമിതപ്പെടുത്തുക. അങ്ങനെ ഓക്കെ, ഗവൺമെന്റ് വിപ്ലവ പ്രവർത്തനങ്ങളെയും ഭീകരവാദത്തെയും എന്തായിരുന്നു, എതിരായിരുന്നു. വിപ്ലവം എന്താ ചെയ്യുക, ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്, ഇങ്ങനെ എന്ത് ചെയ്യും, ബോംബെറിയും. ഇത് പ്രശ്നമല്ലേ? ഓക്കെ, അതിന്റെ ഒരു പരിഹാര മാർഗമാണ് എന്ത്, റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ഈ നിയമം ഉള്ള സമയത്ത് അടിസ്ഥാന പൗരാവകാശം എന്ത് ചെയ്യും, നിർത്തലാക്കപ്പെടുന്നതായിരിക്കും. അടിസ്ഥാന പൗരാവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതേപോലെ എന്താണ്, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, നിർക്കുന്നതായിരിക്കും. അത് ഞങ്ങള് ഭരണഘടനയിൽ മൗലികാവകാശത്തിൽ പഠിച്ചിട്ടുണ്ട്. തന്നെ ഓക്കെ അല്ലേ? അങ്ങനെയുള്ള കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാവും, അത് ഗവൺമെന്റ് തരുന്നതായിരിക്കും. ആ സ്വാതന്ത്ര്യം എന്ത് ചെയ്യും, ഇല്ലാതാവും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരെയും ഈ റൗലറ്റ് ആക്ടിനെ വെറുപ്പിക്കാനുള്ള കാര്യം എന്താ, ഈ പരിപാടിയാണ്. അതായത് എവിടെയും ആരും സംഘം ചേരാൻ പറ്റില്ല, സമ്മേളനം വിളിക്കാൻ പറ്റില്ല, ഗവൺമെന്റിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ശരിയാവില്ലല്ലോ. ഓക്കെ അല്ലെ? എന്നിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കൂ, എങ്കിൽ അവിടെ എന്താവും, 2 വർഷം വരെ നിങ്ങളുടെ വിചാരണ കൂടാതെ എന്ത് ചെയ്യും, തടവിൽ വെക്കും. വിചാരണ കൂടാതെ തടവിൽ വെക്കുക എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലാക്കണം. അതായത് ഓക്കെ, നിങ്ങൾക്കെതിരെ കേസ് വന്നിട്ടില്ല. ഓക്കെ, കേസ് കോടതിയിൽ വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ നിരപരാധിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കേസ് കോടതിയിൽ വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ജയിലിലാണ്, നിങ്ങളെ കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല, വെറുതെ ജയിലിലാണ്. എത്ര വർഷമായിട്ട്, 2 വർഷമായിട്ട്. ഇനി കോടതിയിൽ പോയിട്ടൊന്നും കേസ് കൊടുക്കണമെങ്കിൽ തന്നെ എത്ര വർഷം എടുക്കും, 2 വർഷം എടുക്കും. പിന്നെ കോടതി പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാലോ, എടുത്തോ പിടിച്ചോ പറഞ്ഞ കോടതി വെറുതെ വിടുമോ, ഇല്ലല്ലോ, ഒരുപാട് സമയം എടുക്കുന്നതല്ലേ. മനസ്സിലായ? ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും, 2 വർഷം കൂടെ വിചാരണ കൂടാതെ തടങ്കൽ വെക്കാൻ എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എങ്കില് ഈ തടങ്കലിനെതിരെ കോടതിയിൽ അപ്പീലിന് പോകാനും പറ്റില്ല. ശരി, ഓക്കെ. ഇനി നമ്മൾ കോടതിയിൽ എന്താ ആക്ച്വലി പോയി എന്ന് വിചാരിക്കൂ, ജൂറികൾ ഇല്ലാതെ ആയിരിക്കും വിചാരണ ചെയ്യുക. എന്താ ഈ പരിപാടി ജൂറി എന്ന് പറയുന്നത്? അത് ബ്രിട്ടീഷുകാർ പണ്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോഴത്തെ നമ്മുടെ കോടതി സിസ്റ്റം അല്ല. ജൂറി സിസ്റ്റം എന്ന് വെച്ചാൽ ഏകദേശം ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഒരു ജഡ്ജ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലും ജഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു വക്കീലുണ്ട്. ഓക്കെ, ഈ 2 ഭാഗത്ത് ഓരോ വക്കീൽ ഉണ്ടാവും. ഒരു ഭാഗത്ത് കുറ്റവാളി ഉണ്ടാവും, ഒരു ഭാഗത്ത് ആരാണോ കേസ് കൊടുത്തിരിക്കുന്നത് അവരുണ്ടാവും. ഓക്കെ അല്ലേ? പക്ഷെ വിധി പറയുക ജഡ്ജി ആയിരിക്കല്ല. സോ ജഡ്ജി അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളായിരിക്കും വിധി പറയുക. ഇത് ഇവിടെ ഈ കാണുന്നില്ല, ഈ ആളുകളായിരിക്കും വിധി പറയുക. ഇവിടെ ഇരിക്കുന്ന സാധാരണ മനുഷ്യരായിരിക്കും വിധി പറയുക. ആരാണ് സാർ ഇവര്? സാധാരണ ആളുകൾ. സാർ എങ്ങനെ അവർ സെലക്ട് ചെയ്യുക? ഇവരൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഇവരെന്താണ് ബെറ്റർ ആണ്, ഓക്കെ, പിന്നെന്താ ഇവർ പ്രശ്നക്കാരൊന്നും അല്ല, അങ്ങനെയുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല ആളുകൾ സെലക്ട് ചെയ്യും. അതിന് ലിസ്റ്റ് ഉണ്ടാവുക സാറേ, ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു മനസ്സിലായി. ഈ ജൂറി സംവിധാനം ഇപ്പൊ എവിടെയും നിലവിലുണ്ടാ, ഇപ്പോഴും ഒക്കെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ് എന്നുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ജൂറി സംവിധാനമാണ് ഉള്ളത്. നമ്മുടെ അവിടെ പോലെ രാജ്യങ്ങളിൽ നിന്നുണ്ട് ഈ സംവിധാനമില്ല. ജഡ്ജ് ആയിരിക്കും എന്ത് ചെയ്യുക, എല്ലാം നിശ്ചയിക്കുക. അത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ നിങ്ങൾ ഒരു രാജ്യദ്രോഹ കേസിൽ പെട്ടിട്ടാണ് ഇങ്ങോട്ട് പോയത്. അവിടെ എന്തുണ്ടാവില്ല, ജൂറി ഉണ്ടാവില്ല. ആർക്ക് നിശ്ചയിക്കാൻ പറ്റും, ജഡ്ജിന് നിശ്ചയിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ മാറ്റി. ഓക്കെ, അടുത്ത പരിപാടി സെൻസർഷിപ്പ്. അതായത് തീവ്രവാദ പ്രസിദ്ധീകരണം നിയന്ത്രണം. ഒരു പേപ്പർ എഴുതില്ലേ, ഓക്കെ അല്ലേ? അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, പൊതുയോഗം എന്ത് ചെയ്യാൻ പറ്റില്ല, ചേർക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് സംസാരിച്ചോ, പൊതുയോഗത്തിൽ എന്ത് ചെയ്യരുത്, വരരുത്. ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഇതെല്ലാം ശരിയാണോ എന്ന് പറഞ്ഞ് ഈ അന്യായമായ നിയമത്തിനെതിരെ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു, രാഷ്ട്രത്തോട് പ്രതിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു. പുള്ളി എന്ത് പറഞ്ഞു ആക്ച്വലി, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രതിഷേധിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളല്ലേ പറഞ്ഞ എന്ത് വിളിക്കരുത്, യോഗം വിളിക്കരുതെന്ന്. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും, യോഗം വിളിക്കുന്നതായിരിക്കും എന്നാര് പറഞ്ഞു, മഹാത്മാഗാന്ധിജി പറഞ്ഞു. ഓ അങ്ങനെ. ഓക്കെ, പുള്ളി ഒരു പരിപാടി പറഞ്ഞു. ആ പരിപാടിയുടെ പേരാണ് ഹർത്താൽ. സോ ഹർത്താൽ ഞങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലെ? അന്ന് നമ്മൾ എന്ത് ചെയ്യും, അന്ന് നമ്മൾ ഒരു ചിക്കൻ വാങ്ങും, ഒരു ഫുള്ള് വാങ്ങും, വീട്ടില് സിനിമ കാണും, നെറ്റ്ഫ്ലിക്സ് ഉണ്ടാവും, നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചില്ലായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള പരിപാടിയുടെ പേരാണ് ഹർത്താൽ. ഇടയ്ക്ക് ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, KSRTC ബസ്സിനെതിരെ കല്ലെറിയുകയും ചെയ്യും. അതല്ല ഗാന്ധിജി പറഞ്ഞ ഹർത്താൽ എന്ന് പറയുന്നത്.
ഗാന്ധിജി പറഞ്ഞ ഹർത്താൽ ദിവസം നിങ്ങൾ എന്ത് ചെയ്യില്ല, വിദേശ പ്രൊഡക്റ്റുകൾ ഒന്നും വാങ്ങില്ല. അതായത് ഐഫോണോ കൊക്കക്കോളയോ അല്ലെങ്കിൽ എന്താ പെപ്സിയോ ഗുച്ചിയോ ഒന്നും എന്ത് ചെയ്യില്ല, വാങ്ങില്ല. അടുത്താണ് എന്ത് പറയുക, ആക്ച്വലി നിസ്സഹകരണം. നിസ്സഹകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞു എന്ത്, പൊതുയോഗം കൂടരുത്. നമ്മൾ എന്ത് ചെയ്യും, പൊതുയോഗം കൂടുന്നതായിരിക്കും. അത് എങ്ങനെയായിരിക്കും, സമാധാനപരമായിട്ടായിരിക്കും. വെറുതെ ഇരിക്കുന്ന KSRTC ബസ്സിന് നമ്മൾ കല്ലെറിയുന്നുണ്ടാവില്ല. ഓക്കെ, അതിന്റെ പേരാണ് ഹർത്താൽ. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഹർത്താൽ എന്ന് പറയുന്ന സിസ്റ്റം എന്താണെന്നും ഏതാണെന്നും അത് എങ്ങനെയാണെന്നും പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിയുടെ പേരാണ് എന്ത്, ഗാന്ധിജി എന്ന് പറയുന്നത്. ഗാന്ധി ഒരു സംഭവമാണ് മക്കളെ, ഗാന്ധി ഒരു സംഭവമാണ്. അങ്ങനെ 1919 മാർച്ച് 30 വന്നു. ഈ 1919 മാർച്ച് 30 അദ്ദേഹം എന്തു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, റൗലറ്റ് നിയമം എന്താണ്, കരി നിയമമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു വലിയ പ്രതിഷേധം എന്ത് ചെയ്തു, സംഘടിപ്പിക്കപ്പെട്ടു. ഈ നിയമത്തെ ശങ്കരൻ നായർ എന്ത് ചെയ്തു, ആക്ച്വലി എന്താ പറയാ, അംഗീകരിച്ചു. ശങ്കരൻ നായർക്ക് ഗാന്ധിജിയെ കണ്ടാൽ പറ്റില്ല എന്ന് തോന്നുന്നത്. ഓക്കെ, ഗാന്ധിജിയും എന്താ അനാർക്കി എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടാക്കുന്നത്, അരാജകത്വം പറഞ്ഞ ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗാന്ധി റൗലറ്റ് നിയമത്തെ എന്താ പറയാ ഓക്കെ പറഞ്ഞപ്പോ ശങ്കരൻ നായർ എന്ത് പറഞ്ഞു, പറ്റൂല മോനെ പറ്റൂല പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതിനെ പിന്തുണച്ചു. ശരി പോട്ടെ, ഓക്കെ, പുള്ളി പിന്തുണച്ചു. അങ്ങനെ ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ സമരമാണ് എന്ത്, ഈ പറയുന്ന എന്താ ആക്ച്വലി റൗലറ്റ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ. അങ്ങനെ 1919 മാർച്ച് 30 പൊതുപ്രതിഷേധം സംഘടിപ്പിച്ചത് കേട്ടോ. 1919 ഏപ്രിൽ 6 ഗാന്ധിജി ദേശീയ ഹർത്താൽ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് റൗലറ്റ് സത്യാഗ്രഹം. ഇത്രയും കാര്യമൊക്കെ അല്ലേ. എന്ന് വെച്ചാൽ ഒരു ദേശീയ ഹർത്താലാണ്. ഹർത്താലിൽ എന്താ നടക്കുക, ജനങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് ചിക്കൻ കഴിക്കുകയോ അല്ല, എല്ലാവരും പുറത്തിറങ്ങിയിട്ട് പ്രതിഷേധിക്കും. സമാധാനപരമായിരിക്കുമോ, അതെ. ഇങ്ങനൊരു ഐഡിയ ഇന്ത്യക്കാർക്ക് പറഞ്ഞു കൊടുത്ത വ്യക്തിയുടെ പേരാണോ ഗാന്ധിജി, അതെ. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ സമരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു, അതൊരു ഹർത്താൽ ആയിരുന്നു. എപ്പോഴാണ് ഹർത്താൽ നടന്നത്, 1919 ഏപ്രിൽ 6 ഹർത്താൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത രീതിയുടെ പേരാണ് സത്യാഗ്രഹ സഭ എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. ഇന്ത്യയിൽ പഞ്ചാബിലും ബംഗാളിലും മാത്രം ഹർത്താൽ നടന്നാൽ പോരല്ലോ, കേരളത്തിൽ നടക്കണം, തമിഴ്നാട്ടിൽ നടക്കണം, ആസാമിൽ നടക്കണം, ഒറീസയിൽ നടക്കണം. മതി ഞങ്ങൾക്ക് മനസ്സിലായി എന്താ പറയാനുള്ളത്. അതന്നെ, ഇന്ത്യ മുഴുവൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ജനങ്ങൾക്ക് സത്യാഗ്രഹം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും, ഗാന്ധിജിയെ കുറിച്ചുള്ള കിരൺ സാറിന്റെ എന്ത് ചെയ്യുക, പഴയ 2 ക്ലാസ് ഉണ്ട്, അത് കണ്ടുപിടിക്കുക. അതിൽ എന്തുണ്ട്, എന്താണ് സത്യാഗ്രഹം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു ക്ലാസ് വേണ്ടി വന്നു എന്ത്, എനിക്ക് എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ത്യയുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പരിപാടിയൊക്കെ പറയണ്ടേ. ഓക്കെ, അപ്പൊ അത് എന്ത് ഉണ്ടാവും, സത്യാഗ്രഹ സഭ ഉണ്ടാവും. അഹിംസയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സത്യാഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്, അതിനെക്കുറിച്ചുള്ള അവബോധം എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. അതിനുവേണ്ടി ഗാന്ധിജി രാജ്യമെമ്പാടും എന്ത് ചെയ്തു, പ്രചരണങ്ങൾ നടത്തി. ഓക്കെ, എല്ലാവരുടെയും പോയിട്ട് ഞാൻ ആ ക്ലാസ്സിൽ എടുത്ത പോലെ എല്ലാവരുടെ പറഞ്ഞു, സത്യത്തിന് എന്തുണ്ട്, സത്യമുണ്ട്, ആഗ്രഹമുണ്ട്, ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തു, എല്ലാം പറഞ്ഞ് ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി നോക്കി. അപ്പൊ എന്റെ ചോദ്യം, റൗലറ്റ് സത്യാഗ്രഹ സ്റ്റെപ്പ് നമ്പർ 1 ഹർത്താൽ. അത് നടത്താൻ വേണ്ടിയിട്ട് സത്യാഗ്രഹ സഭയിൽ എന്താ ചെയ്യുക, സത്യാഗ്രഹത്തെ കുറിച്ചുള്ള അവബോധം എന്ത് ചെയ്യും, ജനങ്ങളെ മനസ്സിലാപ്പിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലെ. അങ്ങനെയെങ്കിൽ ഓക്കെ, ഇനി മുതൽ അന്യായമായ ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ ഞങ്ങൾ എന്ത് ചെയ്യും, ബഹുജന പ്രക്ഷോഭം നടത്തും. ജനങ്ങളെ എല്ലാവരും എന്ത് ചെയ്യും, ഞങ്ങൾ തെരുവിലേക്ക് ഇറക്കും. ആര് പറഞ്ഞു, ഗാന്ധിജി പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി ബോംബെയില് ആദ്യത്തെ സത്യാഗ്രഹ സഭ എന്ത് ചെയ്തു, സ്ഥാപിച്ചു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സത്യാഗ്രഹ സഭ എവിടെയായിരുന്നു, ബോംബെയിലായിരുന്നു. ബോംബെയിൽ മാത്രം പോരല്ലോ, പിന്നീട് അദ്ദേഹം ഡൽഹി, അലഹബാദ്, ഗുജറാത്ത് എന്നിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്തു, സത്യാഗ്രഹ കമ്മിറ്റികൾ എന്ത് ചെയ്തു, രൂപീകരിച്ചു. എന്തിനു വേണ്ട ഗാന്ധിജി സത്യാഗ്രഹ കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്, സാർ ഞങ്ങൾക്ക് അറിയാം, എന്തിനാണ്, എന്താ പറയുക, സത്യാഗ്രഹം നടത്തണം, സത്യാഗ്രഹത്തിൽ പഠിപ്പിക്കണം, അതിനുവേണ്ടി മാത്രമല്ല. അപ്പോഴത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയും ഗാന്ധിജിയുടെ റൗലറ്റ് സത്യാഗ്രഹത്തെ എന്ത് ചെയ്യില്ല, പൂർണ്ണമായിട്ടുള്ള സംഘടനാ പിന്തുണ നൽകിയില്ല. ഗാന്ധിജി ഓക്കെയാണ്. ഈ 3 കാര്യങ്ങളിലൂടെ, ഏത് 3 കാര്യങ്ങളിലൂടെ സാർ, ആക്ച്വലി ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹം, ഒന്ന് ഖേഡ സത്യാഗ്രഹം, ഒന്ന് അഹമ്മദാബാദ് മിൽ സമരം. ഈ 3 കാര്യങ്ങളിലൂടെ ഗാന്ധി എന്തായി, ഒരു ദേശീയ നേതാവായി വന്നിരിക്കുകയാണ്. ഇപ്പൊ തുടങ്ങി ദേശീയ നേതാവ് ഇങ്ങനെ പുതിയ ഐഡിയ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യില്ല, ദഹിക്കില്ല. എല്ലാവർക്കും എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. സത്യാഗ്രഹം മനസ്സിലാകണം തന്നെ എന്ത് ചെയ്യണം, PhD എടുക്കേണ്ട ആവശ്യമാണ്. ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയും ഒരാളും
ഗാന്ധി എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ട് പിന്തുണച്ചിട്ടില്ല. അപ്പൊ ഗാന്ധിജി ഒറ്റയ്ക്കാണ്, സിംഗം സിംഗിൾ ആണ്. ഓക്കെ അല്ലെ? അപ്പൊ സിംഗിൾ ആയിട്ടാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്കിലും സിംഗത്തെ എന്താ പറയാ, കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വേണം. അതിനാണ് എന്ത് ചെയ്യുന്നത്, സത്യാഗ്രഹ സഭ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇപ്പോൾ നടക്കുന്ന വർഷം എന്ന് പറയുന്നത് 1919 വർഷമല്ലേ. ഈ സമയത്ത് ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോം റൂൾ ലീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ഭരണത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ അല്ലെ? ഈ ഹോം റൂൾ ലീഗ് എന്ത് പറഞ്ഞു, ഞങ്ങൾ ഗാന്ധിജി എന്ത് ചെയ്യാം, പിന്തുണയ്ക്കാം. അങ്ങനെ ഹോം റൂൾ ലീഗും അദ്ദേഹത്തിന്റെ സ്വന്തം സത്യാഗ്രഹ സഭകളും കമ്മിറ്റികളും ചേർന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ സമരത്തിന് അടിത്തറ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ടും സഹകരിച്ചിട്ടില്ല. അപ്പൊ ഈ സത്യാഗ്രഹത്തിന്റെ ഒക്കെ അദ്ദേഹത്തെ സഹായിച്ച ആളുകൾ: 1 രാജേന്ദ്ര പ്രസാദ്, 2 JB കൃപലാനി, 3 വല്ലഭായ് പട്ടേൽ, 4 രാജഗോപാലാചാരി, 5 ജവഹർലാൽ നെഹ്റു, ഒക്കെ ഹക്കീം അജ്മൽ ഖാൻ, MA അൻസാരി, സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ, സ്വാമി ശ്രദ്ധാനന്ദ, ഹസൻ ഇമാം. ഒക്കെ ഇയാളല്ലേ പറഞ്ഞ് എന്താ പറയാ, നമ്മുടെ INC പിന്തുണച്ചിട്ടില്ല, മറ്റു പാർട്ടി ഒന്നും പിന്തുണച്ചിട്ടുള്ളത്. അപ്പൊ രാജേന്ദ്ര പ്രസാദ് INC അല്ലേ, രാജഗോപാലാചാരി INC അല്ലേ, ജവഹർലാൽ നെഹ്റു INC അല്ലേ, വല്ലഭായ് പട്ടേൽ INC അല്ലേ, JB കൃപലാനി, ഒക്കെ ഇവരൊക്കെ ഇല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഇവരൊക്കെ യുവാക്കളാണ്. യുവാക്കളാ. ഞങ്ങള് ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. എന്താ ഈ ജവഹർലാൽ നെഹ്റു എന്താ വയസ്സായ ഒരു വ്യക്തിയാണ്. അത് എന്താ പറയാ, പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷമുള്ള ഫോട്ടോ അല്ല കണ്ടത്. ഇത് 1919 അല്ലേ. ഇവര് യുവാക്കളാണ്. അപ്പൊ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന, മറ്റു പാർട്ടികളിൽ ഉണ്ടായിരുന്ന യുവാക്കൾ ആരെ സപ്പോർട്ട് ചെയ്തു, ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ യുവാക്കളുടെ ഒരു സപ്പോർട്ട് ഇപ്പൊ ആർക്ക് കിട്ടിയിട്ടുണ്ട്, ഗാന്ധിജിക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ അല്ലെ? അങ്ങനെ ഗാന്ധി അദ്ദേഹത്തിന്റെ ബേസ് എന്ത് ചെയ്യാണ്, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും പ്രതീക്ഷകൾക്കപ്പുറം വളരെ ആവേശകരമായ സ്വീകരണം എന്തിനു കിട്ടി, ഈ റൗള സത്യാഗ്രഹത്തിന് കിട്ടി. ജനങ്ങളെല്ലാം ഊർജ്ജസ്വലരായി. അവരെല്ലാം എന്ത് ചെയ്തു, ആക്ച്വലി സത്യാഗ്രഹത്തെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ട ആവശ്യത്തെ എന്ത് ചെയ്തു, മനസ്സിലാക്കി. ജോലികൾ സ്തംഭിച്ചു, കടകൾ അടച്ചു, ഗതാഗതം തടസ്സപ്പെട്ടു, റാലികൾ നടന്നു. പക്ഷെ ഒരു ബസ്സിന് കൂടി കല്ലെറിഞ്ഞിട്ടില്ല. സമാധാനപരമായ റാലികളാണ് നടന്നത്. ഓക്കെ അല്ലെ? വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു, സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാവർക്കും സത്യാഗ്രഹത്തിന്റെ സംഭവം മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഒരു ബ്രിട്ടീഷുകാരൻ അതിലേ പോവുകയാണെങ്കിൽ ഒന്ന് കല്ലെറിയാൻ വേണ്ടി തോന്നില്ലേ? ഓക്കെ. അപ്പൊ കുറച്ചു പേർക്ക് എന്ത് ചെയ്തു, കല്ലെറിയാൻ വേണ്ടി തോന്നി. സെർബ് എന്തെന്ന് പറയുന്നത് കേക്ക്. ഓക്കെ അല്ലെ? അങ്ങനെ പ്രതിഷേധ പണിമുടക്കിൽ ഐക്യം പ്രകടമായി. ഐക്യം പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ അല്ലെ? എല്ലാവരും കൂടി എന്ത് ചെയ്തു, ഈ സിവിൽ നിയമന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു പങ്കെടുത്തു പങ്കെടുത്തു. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഓക്കെ. അക്രമ സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ലെറിഞ്ഞു, അവര് വെടിവെച്ചു. ഓക്കെ. നമ്മൾ കല്ലെറിഞ്ഞത് കല്ലേ എറിഞ്ഞുള്ളൂ ബസ്സിന്. ഓക്കെ. അവര് വെടിവെച്ച കാരണം ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു കൂട്ടക്കൊല തന്നെ ഉണ്ടായി. ഈ കൂട്ടക്കൊലയിലും പ്രസ്ഥാനത്തിന് സ്വഭാവം എന്തായി, അക്രമാസക്തമായതിലും ദുഃഖിതനായ ഗാന്ധിജി റൗള സത്യാഗ്രഹത്തെ ഒരു ഹിമാലയൻ മണ്ടത്തരം എന്ന് പറയുന്നത് പിൻവലിച്ചു. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കണ്ടിരിക്കുന്നു വിചാരിക്കും. നിങ്ങളുടെ രക്തം തിളക്കില്ലേ? തിളക്കണം. ഓക്കെ അല്ലെ? അത് ചെയ്ത ആളെ നിങ്ങൾ മുമ്പിൽ കാണുകയാണെങ്കിൽ 2 അടി അടിക്കാൻ നിങ്ങൾ നോക്കില്ലേ? ഞങ്ങൾ എന്ത് ചെയ്യും, വെടിവെച്ച് കൊല്ലും. അത് വിട്. ഓക്കെ. ഒരു 2 അടി അടിക്കാനെങ്കിൽ നോക്കില്ലേ? നോക്കും. പക്ഷെ നിങ്ങൾ ഗാന്ധിയുടെ സത്യാഗ്രഹിയാണെങ്കിൽ എന്തു പറയും? അവരെ കൊന്നതുപോലെ എന്നെയും കൊല്ലൂ എന്ന് പറഞ്ഞ് അവർക്ക് നേരെ നെഞ്ച് വിരിച്ചു നിന്നിട്ട് വെക്കടാ വെടി എന്നെന്ത് ചെയ്യും, പറയുന്നതായിരിക്കും. ഓക്കെ. സാർ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗത്തെ ആരുണ്ടാക്കിയിട്ടായിരുന്നു, ഗാന്ധി ഉണ്ടാക്കിയിട്ടായിരുന്നു. അതാണ് മക്കളെ ഗാന്ധിയുടെ സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായ? ഓക്കെ അല്ലെ? അപ്പൊ അക്രമ സംഭവം ഉണ്ടായി. ഏത് 2 ഭാഗത്തും ഉണ്ടായി. നമ്മളും കല്ലെറിഞ്ഞു, അവരും എന്ത് ചെയ്തു, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തി. ഇതിൽ ദുഃഖിതനായ ഗാന്ധിജി എന്ത് പറഞ്ഞു, ആക്ച്വലി ഈ പരിപാടി ശരിയല്ല, ഞാൻ ഈ സത്യാഗ്രഹം തുടങ്ങിയത് എന്താണ്, ഒരു ഹിമാലയൻ മണ്ടത്തരമാണ് എന്ന് പറയുകയും എന്നിട്ട് പറഞ്ഞു, ആദ്യം പോയിട്ട് എനിക്ക് ചെയ്യേണ്ടത് ജനങ്ങളെ പഠിപ്പിക്കണം. ഓക്കെ. സത്യാഗ്രഹം എന്താണ്, സത്യം എന്താണ്, ആഗ്രഹം എന്താണ്, ഇതെല്ലാം എന്ത് ചെയ്യണം, ഇന്ത്യൻ ജനതയെ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇനി ഞാൻ എന്ത് ചെയ്യുള്ളൂ, ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് ഗാന്ധിജി പറഞ്ഞു. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ, റൗലറ്റ് ആക്ട് ലക്ഷ്യമിടുന്നത് യുദ്ധശ്രമങ്ങൾക്ക് നിർബന്ധിത സാമ്പത്തിക പിന്തുണ.
സർ എന്ത് യുദ്ധം? 2 യുദ്ധമുണ്ട്, ഒന്ന് രണ്ടാം ലോക മഹായുദ്ധം, ഒന്ന് ഒന്നാം ലോക മഹായുദ്ധം. ഓക്കെ, നമുക്കിതപ്പോ വിഷയമല്ല, അതെല്ലാം അറിയാം. 2, വിചാരണ കൂടാതെ തടവിലാക്കൽ. കറക്റ്റ്, വിചാരണ കൂടാതെ തടവിലാക്കാൻ വേണ്ടി പറ്റും. എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. വിചാരണയ്ക്കുള്ള സംഗ്രഹ നടപടിക്രമങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ജൂറി സിസ്റ്റം ഉണ്ടാവില്ല, ജൂറി സംവിധാനം ഉണ്ടാവില്ല. ബാക്കി എല്ലാ നടപടികൾക്കും ജൂറി സംവിധാനം ഉണ്ടായിരിക്കും, ഇതിനൊന്നും ഉണ്ടാവില്ല, ജൂറി സംവിധാനം ഉണ്ടാവില്ല. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അടിച്ചമർത്തൽ. ഖിലാഫത്ത് പ്രസ്ഥാനം വരാൻ വേണ്ടി പോകുന്നല്ലോ. 4, പത്രസ്വാതന്ത്ര്യം നിയന്ത്രണം ഏർപ്പെടുത്തൽ. യെസ്, പത്രസ്വാതന്ത്ര്യം നിയന്ത്രണം ഏർപ്പെടുത്തൽ ഉണ്ട്. പക്ഷെ ഈ 2 കാര്യങ്ങളിൽ പ്രധാന കാര്യം എന്താ ചോദിച്ചാൽ നിങ്ങൾ ഏതെടുക്കണം? 2 എടുക്കണം. നമ്മുടെ അടുത്ത് 1, 2 ഒന്നും ഇല്ലേ? അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. 1, 2, 2, 3 അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ടിക്കുന്നു? 2 ടിക്കുന്നു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ശരിയായ പ്രസ്താവന കണ്ടെത്തുക. റൗലറ്റ് നിയമം ഒരു രാജ്യദ്രോഹ കമ്മിറ്റിയുടെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കറക്റ്റ് ആണ്. റൗലറ്റ് നിയമം എന്ന് പറയുന്നത് എന്താ? ഒരു രാജ്യദ്രോഹ കമ്മിറ്റിയുടെ ശുപാർശയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാ. രാജ്യദ്രോഹ കമ്മിറ്റിയുടെ ഹെഡിന്റെ പേരെന്താ? സിഡ്നി റൗലറ്റ്. കറക്റ്റ് അല്ലേ? ഈ രാജ്യദ്രോഹ കമ്മിറ്റി എന്ന് വെച്ചാൽ എന്താ? ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവ പ്രസ്ഥാനം നടത്തുന്നവര്. കറക്റ്റ്. ഓക്കെ. 2, സത്യാഗ്രഹത്തിൽ ഗാന്ധിജി ഹോം റൂൾ ലീഗിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഹോം റൂൾ ലീഗും സത്യാഗ്രഹ സഭയും മാത്രമേ ഗാന്ധിക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ. 3, സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭം റൗലറ്റ് സത്യാഗ്രഹമായി ഒത്തുചേർന്നു. സൈമൺ കമ്മീഷൻ വരാനൊക്കെ ടൈം ഉണ്ട്. നമ്മൾ 1919 എത്തിയിട്ടുള്ളൂ. 27, 28 എന്ത് ചെയ്യുക? സൈമൺ കമ്മീഷൻ വരിക. അപ്പൊ 3 തെറ്റാണ്, 1, 2 ഓപ്ഷൻ ശരിയാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, നോക്കാം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിൽ എന്തുണ്ട്? 1, 2 എന്നുണ്ട്, അത് ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ടിക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗത്തിന്റെ പേരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. അങ്ങനെ 1919 ഏപ്രിൽ 10 വന്നു. പഞ്ചാബില് ഒരു ഗവർണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് സർ മൈക്കിൾ ഓഡയർ. ഞാൻ സാറിനൊന്നും വിളിക്കുന്നില്ല, മൈക്കിൾ ഓഡയർ. ഓക്കെ അല്ലേ? അദ്ദേഹം അമൃതസറിൽ 2 നേതാക്കന്മാരുണ്ടായിരുന്നു. ഒരു നേതാവിന്റെ പേര് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, രണ്ടാമത്തെ നേതാവിന്റെ പേര് ഡോക്ടർ സത്യപാൽ. അപ്പൊ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിനെയും ഡോക്ടർ സത്യപാലിനെയും അവരെന്ത് ചെയ്തു? ആക്ച്വലി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു 1919 ഏപ്രിൽ 10. ഓക്കെ. ഈ ഏപ്രിൽ 10 2 നേതാക്കളെയും വിട്ടയക്കണം എന്ന് പറഞ്ഞിട്ട് അമൃത്സറിൽ എന്ത് ചെയ്തു? പ്രകടനം നടന്നു. സമാധാനപരമായിട്ടായിരുന്നു പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അതിന് നേരെ എന്ത് ചെയ്തു? സൈന്യം വെടിയുതിർക്കുകയും ചെയ്തു. അങ്ങനെ നിരവധി പേർ കൊല്ലപ്പെടുകയും, അപ്പൊ പ്രതിരോധ ആളിക്കത്തില്ലേ? കത്തും. അപ്പൊ ഏപ്രിൽ 13 വൈശാഖി ഉത്സവമാണ്. ഇത് പഞ്ചാബിലെ എന്താണ്? ആക്ച്വലി ഒരു അമൃതസറില് നമുക്ക് എന്തുണ്ടാവും? ഒരു ടെമ്പിൾ ഉണ്ടാവും. ടെമ്പിളിന്റെ പേരാണ് ഗോൾഡൻ ടെമ്പിൾ. ഓക്കെ അല്ലെ? സുവർണ ക്ഷേത്രം എന്ന് പറയും. ഈ സുവർണ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തിന്റെ പേരാണ് വൈശാഖി ഉത്സവം. ഈ ഉത്സവത്തിന് വന്നവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഈ സൈഫുദ്ദീൻ കിച്ലുവിനെയും അതേപോലെ രണ്ടാമത്തെ ആളുടെ പേരെന്താ? ഡോക്ടർ സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതിനെതിരെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഒരു 15,000 ആളുകൾ ഒത്തുകൂടുകയും എന്ത് ചെയ്തു? ഒരു പൊതുയോഗം വിളിക്കുകയും ചെയ്തു. ഓർമ്മയുണ്ടാ? റൗലറ്റ് ആക്ട് പ്രകാരം പൊതുയോഗം വിളിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. ഇതിലെല്ലാവരും മാക്സിമം പേരും തദ്ദേശവാസികളും സുവർണ ക്ഷേത്രം, കാരണം അവിടെ നമ്മുടെ ഇതല്ലേ, എന്താ അതിന്റെ പേരെന്താ? എന്താ, വൈശാഖി ഉത്സവം അല്ലേ, അത് നടത്തുന്ന ആളുകളാണ്. ഓക്കെ അല്ലെ? ഈ സമയത്ത് റെജിനാൾഡ് ഡയർ എന്ന് പറഞ്ഞ ആള് സൈനികരുമായിട്ട് എത്തി. ശരി, ഓക്കെ. എക്സിറ്റ് പോയിന്റ് ഒക്കെ തടഞ്ഞു, പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഒരു മുന്നറിയിപ്പും കൂടി കൊടുക്കാതെ, അതായത് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നോ വെടിവെക്കാൻ പോവാണെന്നോ ഒന്നും പറയാതെ ജനക്കൂട്ടത്തിന് എന്ത് ചെയ്തു? വെടിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ഈ വെടിവെപ്പ് എന്ന് പറയുന്നത് 10 മിനിറ്റ് നീണ്ടു നിന്നു. 10 മിനിറ്റേ ഉള്ളൂ സുഹൃത്തുക്കളെ. അങ്ങനെയല്ല, 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വെടിവെക്കുകയാണ്. എക്സിറ്റ് പോയിന്റ്സ് എല്ലാം എന്താണ്? ക്ലോസ്ഡ് ആണ്. ഓക്കെ. ആളുകൾക്ക് പുറത്തു പോകാൻ വേണ്ടി പറ്റില്ല. അവിടെ നിൽക്കുന്നതിൽ 1000-ലധികം പേര് മരിച്ചു, 1500 പേർക്ക് പരിക്കേൽപ്പിച്ചു. ഇതൊരു ഒഫീഷ്യൽ കണക്കാണ്. അൾട്ടിമേറ്റ്ലി എത്ര കണക്കുണ്ടെന്ന് അറിയില്ല. PSC കൊണ്ട് തൽക്കാലത്ത് ഈ കണക്ക് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലെ? ഈ കൂട്ടക്കൊലയ്ക്ക് 2 ദിവസത്തിന് ശേഷം ലാഹോർ, അമൃത്സർ, ഗുജ്റൻവാല, ഗുജറാത്ത്, ലയൻപൂർ. എത്ര ജില്ലയുണ്ട്? 5 ജില്ലയുണ്ട്. ലാഹോർ, അമൃത്സർ, ഗുജ്റൻവാല, ഗുജറാത്ത്, ലയൻപൂർ. ഈ 5 ജില്ലകളിൽ പട്ടാള നിയമം കൂടെ ഏർപ്പെടുത്തി. പട്ടാള നിയമം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാവരുടെ കൺട്രോളിലായിരിക്കും, പട്ടാളത്തിന്റെ കൺട്രോളിലായിരിക്കും. ഓക്കെ. അങ്ങനെ വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ഏതൊരു വ്യക്തി എന്ത് ചെയ്യുക? ഉടൻ തന്നെ കോർട്ട് മാർഷൽ വിചാരണ ചെയ്യാം, തൂക്കിക്കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്യാം? വിചാരണ ചെയ്യാം എന്ന അധികാരം ആർക്ക് കിട്ടി? വൈസ്രോയ്ക്ക് കിട്ടി. അതിന്റെ പേരാണ് പട്ടാള നിയമം എന്ന് പറയുന്നത്. ഇനി ഒരാളും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെതിരെ പ്രതിഷേധിക്കാൻ കൂടി പറ്റില്ല. വെടിവെച്ച് കഴിഞ്ഞു, പ്രതിഷേധിച്ചു. ഓക്കെ അല്ലെ? അങ്ങനെ ഇരിക്കുമ്പോ ഷഹീദ് ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ആ ഉദ്ധം സിംഗ് അന്ന് കുട്ടിയായിരുന്നു എന്ന് 1919. അപ്പൊ അദ്ദേഹം പറഞ്ഞു,
എന്റെ ജീവിതത്തിൽ ഒരു സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഈ എന്താ പറയാ ഡയറിനെ ഞങ്ങൾ എന്ത് ചെയ്യും, വധിക്കുന്നതായിരിക്കും. അങ്ങനെ 1940 ഒക്കെ പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന മൈക്കിൾ ഓ ഡയർ എന്ത് ചെയ്തു, ഇദ്ദേഹം പോയിട്ട് ലണ്ടനിൽ വെച്ച് എന്ത് ചെയ്ത് വധിച്ച് ഈ ജാലിയൻ വാലാബാഗിനെതിരെ പ്രതികാരം ചെയ്തു. ആ പ്രതികാരം ചെയ്തിട്ടുള്ള ഇന്ത്യൻ വിപ്ലവകാരിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് ആര്, ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 1819 പഞ്ചാബിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ സോറി, 1899. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കണ്ടപ്പോ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അത് ഭയങ്കര ആഴത്തില് ഒരു മനസ്സിന് തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലെ. അങ്ങനെ 1924 അദ്ദേഹം ഗദ്ദർ പാർട്ടിയിൽ വെച്ച് ചേർന്നു. ഗദ്ദർ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ടിയാണ് ഗദ്ദർ പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ 1927 നിയമപരമായിട്ട് തോക്കുകൾ കൈവശം വെച്ചതിന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ജയിലിൽ അടച്ചു. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അദ്ദേഹം എവിടെ എത്തി, ലണ്ടനിലെത്തി. അങ്ങനെ ഓ ഡയറിനെ അവിടെ വെച്ച് കൊല്ലുകയും 1940 ജൂലൈ 31 ലണ്ടനിൽ അദ്ദേഹത്തെ എന്ത് ചെയ്തു, തൂക്കിക്കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ഷഹീദ് ഉദ്ധം സിംഗ്. ഓക്കെ, അപ്പൊ ജാലിയൻ വാലാബാഗ് കൊലക്കെതിരെ ഇന്ത്യക്കാരുടെ പ്രതികരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു, ശക്തമായിട്ട് അപലപിച്ചു. ഗാന്ധിജിക്ക് ഒരു മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. മെഡലിന്റെ പേരാണ് കൈസർ ഇ ഹിന്ദ്. ഈ മെഡൽ ഗാന്ധിജിക്ക് കിട്ടിയത് അങ്ങ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ പേരാണ് ബൊയർ യുദ്ധം. ഈ ബൊയർ യുദ്ധത്തിൽ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് എന്താ പറയുക സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. സമാധാനപരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മെഡിക്കൽ കാര്യങ്ങൾ നോക്കുക, പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടിയ മെഡലിന്റെ പേരാണ് കൈസർ ഇ ഹിന്ദ്. ഈ മെഡൽ ഗാന്ധി എന്ത് ചെയ്തു, തിരികെ കൊടുത്തു. എന്നിട്ട് ഈ കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് INC ഒരു കമ്മിറ്റി ഉണ്ടാക്കി. സാർ, അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കുന്നത്? അല്ല. ഓക്കെ, നമ്മുടെ ആര് തന്നെയാണ്, ബ്രിട്ടീഷുകാർ തന്നെയാണ്. അവരൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് ഹണ്ടർ കമ്മിറ്റി. ശരിയാണ് സാർ, ഹണ്ടർ കമ്മിറ്റി ഉണ്ടല്ലോ, പിന്നെന്തിനാ വീണ്ടും എന്താ പറയാ INC ഒരു കമ്മിറ്റി ഉണ്ടാക്കണത്? നമ്മുടെ സ്വന്തം ഒരു കമ്മിറ്റി വേണ്ടേ? രണ്ടാമത്തെ, ഇനി ബ്രിട്ടീഷുകാർ അന്വേഷിച്ചു എന്ന് വിചാരിക്കുകയെ അവര് ജനറൽ ഡയറക്ടറിനൊക്കെ കുറ്റക്കാരാണെന്ന് പറയോ? ഇല്ലല്ലോ. പിന്നെ കഷ്ടപ്പെട്ട് ഉദ്ധം സിംഗിന് ലണ്ടനിൽ പോയിട്ട് 1940 വെടിവെക്കേണ്ട കാര്യം ഇല്ലല്ലോ. കറക്റ്റ്. ഓക്കെ, എങ്കിൽ ഈ കമ്മിറ്റിയിൽ മോത്തിലാൽ നെഹ്റു, CR ദാസ്, അബ്ബാസ് തയ്യബ്ജി, MR ജയങ്കർ, ഗാന്ധിജി എന്നിവർ എന്ത് ചെയ്യുന്നു, ഉൾപ്പെട്ടു. ഓക്കെ, ഇവരെല്ലാരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, ഒരു അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ അല്ലെ. മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസർ ഉൾ ഹക്ക് എന്നിവർ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്തു, രാജിവെച്ചു. ഓക്കെ, ഇനി ഞങ്ങളും ബ്രിട്ടീഷുകാർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്തില്ല, ബന്ധമില്ല എന്ന് പറഞ്ഞ് രാജിവെച്ചു. അങ്ങനെ ഏറ്റവും അവസാനം നമ്മുടെ ശ്രീ ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ത് ചെയ്തു, രാജിവെച്ചു. ഓക്കെ അല്ലെ. അവസാനം ഈ പുള്ളി എന്ത് പറഞ്ഞു, ബ്രിട്ടീഷുകാർക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഈ പുള്ളിയുടെ എന്താ പറയാ സിനിമയുടെ അക്ഷയ് കുമാർ എന്താ വക്കീലൊക്കെ ആയിട്ട് മാധവനൊക്കെ ആയിട്ട് ഒരു സിനിമയുണ്ട്, കേസരി 2. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു, സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മുടെ എന്താണ് ശങ്കരൻ നായർ പോയിട്ട് വാദിക്കുന്ന സിനിമയാണ് കേസരി 2 എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, അത്രയും കാര്യം ഓക്കെ ആണല്ലോ. അതൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു. രവീന്ദ്രനാഥ് ടാഗോർ തന്റെ സർ പദവി എന്ത് ചെയ്തു, തിരികെ കൊടുത്തു. ഗാന്ധിജി അന്നൊരു പഞ്ച് ലൈൻ പറഞ്ഞു. എന്താണ് പഞ്ച് ലൈൻ? 100 തടവ സ്വർണ്ണ 100 തടവ സ്വന്തമാക്കി. അങ്ങനെയാണ് സാർ പറഞ്ഞത്? അല്ല. ഓക്കെ, സാർ ചളി അടിക്കാതെ കാര്യം പറയാം. പ്ലാസി യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു. ഓക്കെ, പക്ഷെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി മറിച്ചു. ഓക്കെ, അപ്പൊ 1757 പ്ലാസി യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടുണ്ടെങ്കിൽ 1919 ജാലിയൻ വാലാബാഗ് അതിനെ ഇളക്കി. ഓക്കെ, ബ്രിട്ടീഷുകാരെ നിങ്ങളുടെ അടിത്തറ ഇളക്കി. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് പോവേണ്ടത് ഉറപ്പായിട്ടും പോകേണ്ട സിറ്റുവേഷൻ ആണ് എന്നാര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. അങ്ങനെ പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന മൈക്കിൾ ഓ ഡയർ പുള്ളി എന്താ പറഞ്ഞ ആക്ച്വലി ഞാൻ ചെയ്തത് ശരിയാണ്. ഓക്കെ, ഈ എന്താ പറയാ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്താണ്, ശരിയാണ്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം അതിന് അംഗീകാരം കൊടുത്തു. എന്തുകൊണ്ട് അംഗീകാരം സാർ? പാവപ്പെട്ട ആളുകളെ, ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെടിവെച്ച് കൊണ്ടിട്ടുണ്ട്. ഇതിനാണ് അംഗീകാരം കൊടുക്കുന്നത്. ഇയാൾ എന്ത് ചെയ്യണം, ഒന്ന് വെടിവെച്ച് കൊല്ലേണ്ട വേണം എന്നെനിക്ക് തോന്നിയില്ലേ? ഓക്കെ, തോന്നും. അതന്നെയാണ് ഉദ്ധം സിംഗ് ചെയ്തത്. ഓക്കെ അല്ലെ. അപ്പൊ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ പറഞ്ഞു, ഡീപ്ലി ഷെയിംഫുൾ, അങ്ങേയറ്റം ലജ്ജാകരമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെന്തെങ്കിലും ചെയ്താ? ഒന്നും ചെയ്തില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഷെയ്ഫുലുദ്ദീൻ കിച്ലുവിനെയും സത്യപാലനെയും അറസ്റ്റിൽ പ്രതിഷേധിച്ച് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി.
കറക്റ്റ് ആണ്. ഓക്കെ. രണ്ട്, ചമ്പാരനിലെ ഇൻഡിഗോ കർഷകരുടെ സമര രീതി ഗാന്ധിജി ഇടപെടുകയും സത്യാഗ്രഹം എന്ന രീതി അവലംബിക്കുകയും ചെയ്തു. ഓക്കെ, ചെയ്തില്ലേ? എന്ത് സത്യാഗ്രഹം എന്ന് പറഞ്ഞ രീതി അവലംബിച്ചില്ലേ? അപ്പൊ ചെമ്പാറിലെ ഇൻഡിഗോ കർഷകരുടെ സമരത്തിൽ ഗാന്ധി ഇടപെട്ടു, സത്യാഗ്രഹം എന്ന രീതി എന്ത് ചെയ്തു? അവലംബിക്കുകയും ചെയ്തു. ഓക്കെ, കറക്റ്റ് ആണ്. മൂന്ന്, ഇന്ത്യയിലെ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തുവാനായി ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് നിയമം പാസാക്കി. ശരിയാണ്. ഓക്കെ, റൗലറ്റ് നിയമം പ്രധാനമായിട്ട് പാസ്സാക്കിയത് അറസ്റ്റ് ചെയ്ത് ഉള്ളിടുക, വിപ്ലവ പ്രശ്നം കൊണ്ടുവരിക. പക്ഷെ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തുന്നതിലില്ലേ? ഉണ്ട്. അപ്പൊ അത് മൂന്ന് ശരിയല്ലേ? അതെ. മൂന്ന് ശരിയാണെങ്കിൽ ഓപ്ഷനിൽ വേണം 1, 2, 3 എന്ന്. അതാ ഓപ്ഷൻ എ എന്ത്? 1, 2, 3. അപ്പൊ ഓപ്ഷൻ എ ആണ് എന്ത് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അങ്ങനെ ഗാന്ധിജി ഓക്കെ ഈ പരിപാടിയെല്ലാം നടത്തിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഓക്കെ, പുള്ളി മറ്റേ റൗള സത്യാഗ്രഹത്തെ എന്ത് ചെയ്തു? എന്താ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നത്തിന്റെ പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനവും നമ്മുടെ ഇന്ത്യയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ത്യയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് തുർക്കിയിൽ നടക്കുന്ന പ്രശ്നമാണ്. എന്തൊക്കെ ഇയാൾ പറയേണ്ടത് നന്നായി ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ അല്ലെ? മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് അവരൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ പരിപാടിയുടെ പേരാണ് ഖിലാഫത്ത് പരിപാടി. ഓക്കെ, ആ ഖിലാഫത്ത് പരിപാടിയുടെ കൂടെ ഗാന്ധിക്ക് തോന്നി ഞാൻ വേറൊരു പരിപാടി കൂടി സ്റ്റാർട്ട് ചെയ്യാം. ശരി, ഈ രണ്ട് പരിപാടിയും കൂടി നമുക്ക് ഒന്നിപ്പിക്കാം. ഓക്കെ, എന്നിട്ട് അതിനെ നമുക്കൊരു സിംഗിൾ പ്രസ്ഥാനമാക്കി മാറ്റിയതിനു ശേഷം അതിനെ വിളിക്കാം നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, എന്നിട്ട് പറയാം ഇനി ജാലിയൻ വാലാബാഗ് പോലെയുള്ള കൂട്ടക്കൊലകൾ നടക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേരാണ് എന്ത്? ബ്രിട്ടീഷുകാരിൽ എന്ത് ചെയ്യുക? സ്വരാജ് വാങ്ങിയെടുക്കുക. അപ്പൊ സ്വരാജിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ആക്ച്വലി ഒരു പ്രസ്ഥാനം നയിക്കുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഗാന്ധി പറയും. അത് 1919, 1922 കാലഘട്ടം നടക്കുന്ന രണ്ട് ബഹുജന പ്രസ്ഥാനങ്ങളാണ്. ഒരുപാട് ആളുകൾ വരുന്ന പ്രസ്ഥാനത്തെ വിളിക്കുന്ന പേരാണ് ബഹുജന പ്രസ്ഥാനം. പോയിന്റ് നമ്പർ 1. 2, ഇത് ഇന്ത്യ മുഴുവൻ എന്ത് ചെയ്യും? നടത്താൻ വേണ്ടി നോക്കും. അവിടെ ഒന്നാമത്തെ പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം, രണ്ടാമത്തെ പേരാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കില് ഓക്കെ, രണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങളാണ് ഖിലാഫത്തും നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം വേറെ പ്രശ്നമാണ്, ഖിലാഫത്ത് പറഞ്ഞു വേറെ പ്രശ്നമാണ്. പക്ഷെ രണ്ടിന്റെയും വഴി ഒന്നാണ്. ഖിലാഫത്തായാലും പറയുന്നത് അഹിംസയും നിസ്സഹകരണവും, നിസ്സഹകരണ പ്രസ്ഥാനമായും പറയുന്നത് അഹിംസയും നിസ്സഹകരണവും. ഓക്കെ, അപ്പൊ ഖിലാഫത്ത് പൊന്നപ്പനാണെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം തങ്കപ്പനാണെങ്കിൽ പൊന്നപ്പനും തങ്കപ്പനും ഒരേ രീതിയിലാണെങ്കിൽ എന്തുകൊണ്ട് രണ്ട് വഴി പോകണം? നമുക്ക് എന്ത് ചെയ്യാം? ഒരേ വഴി പോകാം എന്നാര് പറഞ്ഞ്? ഗാന്ധി പറഞ്ഞു. അങ്ങനെ ഗാന്ധി ഇതിന് രണ്ടിനും എന്ത് ചെയ്തു? ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കാരണം നമ്പർ 1 റൗലറ്റ് ആക്ട്. ഓക്കെ, റൗലറ്റ് ആക്ട് ഒരു പ്രശ്നമല്ലേ? അതെ. നമ്പർ 2 പഞ്ചാബിൽ പട്ടാള നിയമം ഏർപ്പെടുത്തിയത് നമ്മൾ പഠിച്ചതല്ലേ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതിന് ശേഷം 5 ജില്ലകൾ എന്ത് ചെയ്തു? എന്താ പറയാ, പട്ടാള നിയമം ഏർപ്പെടുത്തി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ അല്ലെ? ഈ അതിക്രമങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ പേരാണ് ഹണ്ടർ കമ്മീഷൻ. ഇത് വെറും കണ്ണിൽ പൊടിയാനുള്ള പരിപാടിയാണ് എന്ത് ചെയ്തു? അവർ മനസ്സിലാക്കി. ഓക്കെ അല്ലെ? എങ്കില് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയപ്പോ ഹൗസ് ഓഫ് ലോർഡ്സ് ജനറൽ ഡയറ നടപടി എന്ത് ചെയ്തു? അംഗീകരിച്ചു. സാർ അപ്പൊ അടുത്ത റൗട്ട്, സാർ ആരാണ് ഈ ഹൗസ് ഓഫ് ലോർഡ്സ്, അല്ലെങ്കിൽ എന്താണ് ഈ ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയില് രണ്ട് സഭയില്ലേ? ഒന്നിന്റെ പേര് ലോകസഭ, ഒന്നിന്റെ പേര് രാജ്യസഭ. ലോകസഭയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ഇലക്ഷൻ നടക്കുന്നതായിരിക്കും, രാജ്യസഭയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ഇലക്ഷൻ നടക്കില്ല. കറക്റ്റ് ആണല്ലോ? നമ്മൾ പാർലമെന്ററി സിസ്റ്റം എടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്? ബ്രിട്ടൻ നിന്നാണ്. സാറിന്റെ ഭരണം പഠിപ്പിക്കുക ഒരു 5 മിനിറ്റ്. ഓക്കെ, ബ്രിട്ടൻ നിന്നാണ്. ഓക്കെ, ബ്രിട്ടനിൽ രണ്ട് സഭയുണ്ട്. ഒന്നിന് പേര് ഹൗസ് ഓഫ് കോമൺസ്, ഒന്നിന് പേര് ഹൗസ് ഓഫ് ലോർഡ്സ്. ഈ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞ സ്ഥലത്തിലായിരിക്കും പ്രധാനമന്ത്രി എല്ലാം ഇരിക്കുക. അവരാണ് എന്ത് ചെയ്യുക? ജനങ്ങൾ തെരഞ്ഞെടുക്കുക. ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറഞ്ഞ സ്ഥലം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വലിയ വലിയ പ്രഭുക്കന്മാരും എല്ലാവരും ഉള്ള ഒരു സ്ഥലമായിരിക്കും. അത് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്ത് അവര് പറഞ്ഞ എന്താണ് ആക്ച്വലി? ജനറൽ ഡയർ എന്താ? മോനെ കൂട്ട, ഈ ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാര് പറഞ്ഞ്? ഹൗസ് ഓഫ് ലോർഡ്സ് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയാവോ? ഇത് ശരിയാണോ? ഓക്കെ, എന്നാർക്ക് തോന്നി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ബാക്കിയുള്ളവർക്കും തോന്നി. അപ്പൊ അവരൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ പേരാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ അടുത്ത കാരണം മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം എന്നുള്ളൊരു പരിഷ്കാരം. ഓക്കെ, ആ പരിഷ്കാരം നടത്തുന്ന സമയത്ത്
ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധം ഏകദേശം എന്താ പറയാ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വയം ഭരണം തരാം എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് രസം, ബ്രിട്ടീഷുകാർ നമുക്ക് വെറുതെ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ സ്വയം ഭരണം തരാന്ന് പറഞ്ഞത്? വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഓക്കെ, അവർ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ എന്ത് വേണം, അവർക്ക് ആള് വേണം. എന്തിനാ സാർ ആള് വേണ്ടത്? മക്കളെ, യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ രണ്ടു ഭാഗത്തും ഡിഷും ഡിഷും വെടിവെക്കലും മാത്രമല്ല. അവിടെ ഒരുപാട് പേര് സാധനം എത്തിക്കണം, ഭക്ഷണ സാധനം കൊണ്ടുവരണം. ഓക്കെ, ഈ പട്ടാളക്കാർക്ക് തോക്ക് അവിടെ എത്തിക്കണം. വല്ല മലയുടെ മുകളിലായിരിക്കും പരിപാടി ഉണ്ടാവുക. അവിടേക്ക് ടാങ്കുകൾ ഉന്തി തരണം. അതെന്ത് ചെയ്യണം, അത് തുടച്ചു വെക്കണം. അങ്ങനെ ഒരുപാട് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിനുവേണ്ടി ഇന്ത്യക്കാരെന്നുണ്ട്, ആവശ്യമുണ്ട്. അപ്പൊ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്തു, ആളെ വിളിച്ചു കഴിഞ്ഞിട്ട് ആവശ്യം കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞ്, ഒന്നുമില്ലാന്ന് പറഞ്ഞു. പാലം കടക്കണ വരെ നാരായണ, പാലം കടന്നപ്പോ പൂരായണ. ഈ സിറ്റുവേഷൻ ആയി. ഓക്കെ അല്ലെ? ഒന്നാം ലോകമായത് നമ്മുടെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ എന്തായി, സാമ്പത്തികമായിട്ട് ഇന്ത്യ പൊളിയുകയും ചെയ്ത്. ഓക്കെ, ഇതിനെല്ലാം കാരണം ആരാ? ബ്രിട്ടീഷുകാരാണ്. സാധനങ്ങൾക്ക് വില കയറി. ഓക്കെ, ഇന്ത്യൻ വ്യവസായം തകർന്നു, നികുതി കൂടി, വാടക കൂടി. ബ്രിട്ടീഷുകാർ കൂട്ടില്ലേ? ഓക്കെ, അവർക്ക് നമ്മുടെ പ്രശ്നമൊന്നും വേണ്ടല്ലോ, അവരെന്ത് ചെയ്തു, ടാക്സ് കൂട്ടി. അതുമൂലം ഒരുവിധപ്പെട്ട എല്ലാവരും എന്താണ്, പ്രശ്നത്തിലാണ്. ഏത് യുദ്ധം? ഒന്നാം ലോക മഹായുദ്ധം കാരണം ഒരുവിധപ്പെട്ട എല്ലാവരും എന്താണ്, പ്രശ്നത്തിലാണ്. ഇതിനെല്ലാം പരിഹാരമായിട്ട് ഗാന്ധിജി നിർദ്ദേശിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഓക്കെ, ഖിലാഫത്തിന്റെ പ്രസ്ഥാനത്തിന്റെ റീസൺ നടക്കുന്ന അങ്ങ് തുർക്കിയിലാണ്. തുർക്കിയിലാ? അതെ. ഇതേ ഒന്നാം ലോക മഹായുദ്ധം തുർക്കി എന്ന് പറയുന്ന സ്ഥലം ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ്, അക്രമത്തിൽ പങ്കെടുക്കുകയാണ്. അതായത് തുർക്കിയിൽ ഒരാളുണ്ട്, അയാളുടെ പേരാണ് ഖലീഫ. ഖലീഫ എന്ന് പറയുക. ഈ ഖലീഫ എന്ന് പറയുന്ന വ്യക്തി ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾ എന്തായിരുന്നു, ആത്മീയ നേതാവായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഹിന്ദുക്കളൊക്കെ പോവുകയാണെങ്കിൽ എന്താ പറയാ, കേരളത്തിലാണെങ്കിൽ ശബരിമല, ഗുരുവായൂർ, എന്താ കാശി, രാമേശ്വരം എന്നൊക്കെ പറയില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലം പോലുള്ള സ്ഥലമാണ് എന്ത്, എന്താ പറയാ, ഖലീഫ. ഓക്കെ, സോ അത് മെക്ക, മദീന അതല്ല. നിങ്ങൾ ഒന്നാം ലോകമായിരുന്ന സമയത്ത് ഖലീഫയായിരുന്നു എന്ത്, ലോകമുള്ള മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത്. സാർ ഇപ്പൊ അങ്ങനല്ലല്ലോ, വേറെ സമാധാനപ്പെടും. ഓക്കെ, അപ്പൊ ലോകമുള്ള നേതാവാണ് ഖലീഫ. അത്രയും കാര്യം ഒക്കെ അല്ലേ? പുള്ളിയാണ് തുർക്കിയിലെ സുൽത്താൻ. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമ്പോൾ ജർമ്മനിയും ബ്രിട്ടനും തമ്മിലാണ് യുദ്ധം. തുർക്കി എന്ന് പറയുന്നത് ജർമ്മനിയും ഓസ്ട്രേലിയയും കൂടെയാണ്, അതായത് ബ്രിട്ടന്റെ എതിരെയാണ് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത്. ശരി, ഓക്കെ. എങ്കില് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പിന്തുണ ആർക്ക് വേണം? ബ്രിട്ടന് വേണം. അവിടെ പോണ്ടേ? ഓക്കെ, അവരിയ്ക്കുമ്പോ ചായ കൊടുക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആള് വേണ്ടേ? ഓക്കെ, എങ്കില് അവർ ഇന്ത്യൻ മുസ്ലിങ്ങളടുത്ത് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇപ്പൊ ഞങ്ങൾ തുർക്കിയെ തോപ്പിച്ചാലും ഞങ്ങളൊരു ഒന്നും ചെയ്യില്ല, ഖലീഫയെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ പുണ്യ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ സംരക്ഷിക്കുന്നതായിരിക്കും എന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇന്ത്യ മുസ്ലിം എന്ത് പറഞ്ഞു? ഓക്കെ ബ്രിട്ടീഷുകാരാ, ഓക്കെ, നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യാം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ സഹായിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, പാലം കടക്കണ വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണ. ഓക്കെ, ഇന്ത്യൻ മുസ്ലിങ്ങൾ എല്ലാ യുദ്ധം ശേഷം ഒട്ടോമൻ സാമ്രാജ്യം, ഒട്ടോമൻ സാമ്രാജ്യം തുർക്കിയാണ്. ഈ തുർക്കിനെ എന്ത് ചെയ്ത്, വെട്ടി മുറിച്ച് അങ്ങോട്ട് കൊടുത്ത് ഖലീഫിനെ എന്ത് ചെയ്തു, അധികാരത്തിൽ നീക്കി. ദേഷ്യം വന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വന്നു. ഓക്കെ, ഇത് ഖലീഫയെ അപമാനിക്കുന്നതായിട്ട് അവർക്ക് തോന്നിയപ്പോ ഓക്കെ, അലി സഹോദരന്മാരുണ്ടായിരുന്നു. അലി സഹോദരന്മാരുടെ പേരാണ് ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി. ഇവർ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തു, ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഖിലാഫത്ത് ഇന്ത്യ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? ഇല്ല. ഓക്കെ, അങ്ങനെ 1919-നും 1924-നും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്നത്. ഓക്കെ അല്ലെ? എങ്കില് 1919 തുടക്കത്തിൽ തുർക്കിയോടുള്ള ബ്രിട്ടീഷ് മനോഭാവം എന്ത് ചെയ്യുക, മാറ്റുക. ഓക്കെ, ഖലീഫയ്ക്ക് എന്ത് കൊടുക്കുക, പവർ കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ട് അലി സഹോദരന്മാർ, ആരൊക്കെയാണ് അലി സഹോദരന്മാർ? ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി. അവരുടെ കൂടെ മൗലാന അബ്ദുൽ കലാം ആസാദ്, അജ്മൽ ഖാൻ, ഹസ്രത് മൊഹാനി എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കി. ഓക്കെ, എന്ന് വെച്ചാൽ അഖിലേന്ത്യാ സമരം നടത്താൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് വ്യാപകമായിട്ട് മുസ്ലിങ്ങൾ എന്ത് ചെയ്യും, പ്രവർത്തിക്കുന്നതായിരിക്കും. അങ്ങനെ 1919 നവംബറിൽ ഡൽഹിയിൽ വെച്ചിട്ട് അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനം നടന്നു. ഈ സമയത്ത് അവർ പറഞ്ഞു, ഇനി മുതൽ ഞങ്ങൾ ബ്രിട്ടീഷ് സാധനങ്ങൾ എന്ത് ചെയ്യും, ബഹിഷ്കരിക്കുന്നതായിരിക്കും.
എന്ന് ആഹ്വാനം ചെയ്തു. ആരാഹ്വാനം ചെയ്തു? നമ്മുടെ മുസ്ലിങ്ങൾ ആഹ്വാനം ചെയ്തു. ഇത് കേട്ട ഗാന്ധിജി, ഓക്കെ, ഇതന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓക്കെ, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കൂടെ നമുക്കൊരു പ്രസ്ഥാനം കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ പേരാണ് എന്ത്? നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, എങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരോട് ചോദിച്ച കാരണങ്ങൾ എന്താണ്? ഒന്ന്, മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലങ്ങൾ എന്താ പുറത്തെന്ത് ചെയ്യണം? ഖലീഫയുടെ നിയന്ത്രണം നിലനിർത്തണം. ശരി, ഖലീഫയ്ക്ക് ആ പ്രദേശങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. ഇത് രണ്ടും ചെയ്ത ഖിലാഫത്ത് പ്രസ്ഥാനം തീർന്നു. ഇങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനം വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ പറ്റില്ല. കോൺഗ്രസ് അല്ലേ വലിയൊരു രാഷ്ട്രീയ കക്ഷി. അതെ, ഓക്കെ. അപ്പൊ ഗാന്ധി എന്ന് പറഞ്ഞ ആക്ച്വലി നോ പ്രോബ്ലം, ഞാൻ എന്ത് ചെയ്യാ, ഞാൻ നിങ്ങളോട് നിൽക്കുക. ഓക്കെ, കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇതെന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? എവിടെയോ ഉള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, ഈ പ്രശ്നത്തിന്റെ പേരിലാണ് അവരെന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ പോരാടുന്നത്. ഈ പ്രശ്നത്തിൽ നമ്മൾ എന്തിനാ ഇടപെടുന്നു കോൺഗ്രസ് ചോദിച്ചു. സ്വാഭാവികം. ഗാന്ധിജി പറഞ്ഞു, മക്കളെ ഇത് അങ്ങനെയല്ല കണക്കാക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എന്ത് ചെയ്യാം? ഒരുമിച്ച് ഒരു പ്രസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എന്ന് നമ്മൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് ഒരു പ്രസ്ഥാനത്തിൽ കൊണ്ടുവരുന്നു, അത് നമുക്ക് എന്ത് ചെയ്യും? സ്വാതന്ത്ര്യം കിട്ടാനുള്ള സാഹചര്യം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതൊരു സുവർണ അവസരമാണ്. ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. അപ്പൊ കോൺഗ്രസിന് ലേറ്റ് ബൾബ് കത്തി, കോൺഗ്രസിന് മിന്നി. അത് ശരിയാണല്ലോ. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു? പിന്തുണ നൽകാൻ ആര് തയ്യാറായി? കോൺഗ്രസ് തയ്യാറായി. ഓക്കെ, അങ്ങനെ കോൺഗ്രസ് പിന്തുണച്ചു, മുസ്ലിം ലീഗ് പിന്തുണച്ചു. മുസ്ലിം ലീഗ് എന്തുകൊണ്ടാ പിന്തുണച്ചു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മുസ്ലിങ്ങളുടെ പ്രശ്നമല്ലേ, ഉറപ്പായിട്ട് ആര് പിന്തുണയ്ക്കും? മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഗാന്ധിജിയുടെ ഡയലോഗ് അടിച്ചു, ഇനി ഒരു ജാലിയൻ വാലാബാഗ് ഉണ്ടാവാൻ പറ്റില്ല. ശരി ശരി, ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു കൂട്ടങ്ങൾ ഒഴിവാക്കണം. ഓക്കെ ഓക്കെ, എന്താ ചെയ്യേണ്ടത്? അതിനുള്ള പരിഹാരം എന്താ? സ്വരാജ് ആണ്. സ്വരാജാ? അതാരെ തരിക? ബ്രിട്ടീഷുകാർ തരും. ശരി, ആ സ്വരാജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് പോരാടണം. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ എന്താ വേണ്ടത്? എന്താ സംഭവം? എന്താ വേണ്ടത്? ഓക്കെ, അങ്ങനെ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആര് ചുമതലയേറ്റു? ഗാന്ധി ചുമതലയെടുത്തു. നിങ്ങൾ തന്നെ പറയും. മുസ്ലിങ്ങള് അവരുടെ ഇന്റേണൽ ഇഷ്യൂ തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ആരാ ഉള്ളത്? ഗാന്ധിജിയാണ് ഉള്ളത്. കറക്റ്റ് അല്ലേ? അങ്ങനെ ഗാന്ധി എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് പ്രസ്ഥാനമായിട്ട് പോകാം. എന്റെ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം, നിങ്ങളുടെ പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം. ഇതിന് രണ്ടിനെയും കൂടി എന്ത് ചെയ്യും? ഞാൻ യോജിപ്പിക്കുന്നതായിരിക്കും എന്നെന്ന് പറഞ്ഞ് ഗാന്ധിജി പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് 1919 ഓഗസ്റ്റ് 20 ഗാന്ധി എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തു. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് എന്തിരിക്കുന്നു? കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ബാക്കിയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. എങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നു, എങ്ങനെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം നടന്നത്, എന്തൊക്കെയാണ് ഉള്ളതൊക്കെ എന്ത് ചെയ്യും? പഠിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. എക്സാം ഹാളിൽ പോയിട്ട് ഡൗട്ട് അടിക്കുന്നതിനേക്കാൾ നല്ല എന്താണ്? എല്ലാം ചോദിച്ചു മനസ്സിലാക്കി എക്സാം ഹാളിൽ പോയിട്ട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യാം? ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.